ബി.ജെ.പിയും കോൺഗ്രസും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കളമൊരുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് ക്രിസ്ത്യൻ വോട്ടുകളിലാണ്. കഴിഞ്ഞ തവണ LDF കൊണ്ടുപോയ ക്രിസ്ത്യൻ വോട്ടുകൾ. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പിന്തുണ LDFന് ലഭിച്ചു. അതുകൊണ്ട് തന്നെ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ ഇടങ്ങളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ LDFന് കിട്ടുകയും ചെയ്തു. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ ക്രിസ്ത്യൻ വോട്ടുകൾ UDFിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം വന്നു. UDFിലേക്ക് പോയ അതേ സ്പീഡിൽ ക്രിസ്ത്യൻ വോട്ടുകൾ LDFിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കാണുന്നത്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ BJPയും BJPയുടെ അനുബന്ധ സംഘടനകളും നടത്തിയ ആക്രമണം കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസികൾക്കിടയിൽ വലിയ മുറിവ് സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് ഇനി ലഭിക്കില്ല. പാലക്കാട് പുതുശ്ശേരിയിൽ കരോളുമായെത്തിയ കുട്ടികൾക്ക് നേരെ BJP പ്രവർത്തകർ നടത്തിയ ആക്രമണം ക്രൈസ്തവർക്ക് മുറിവായി മാറിയിരിക്കുന്നു. അവർ ഒരു കാര്യം തിരിച്ചറിയുന്നു: UDFിനെ കൊണ്ട് BJPയെ ചെറുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ തന്നെ LDF പാളയത്തിലേക്ക് അവർ ചേക്കേറുകയാണ്. CPMന് മാത്രമേ സംഘപരിവാറിനെ എതിർക്കാൻ കഴിയൂ എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. CPM എപ്പോഴും സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രങ്ങളോട് ഏറ്റുമുട്ടി വളർന്ന പാർട്ടിയാണ്. CPMന് മാത്രമേ സംഘപരിവാറിനെ കേരളത്തിൽ ചെറുക്കാൻ സാധിക്കൂ. തമിഴ്നാട്ടിൽ DMKയ്ക്ക് ഒരു പരിധിവരെ സാധിക്കും. പക്ഷേ കേരളത്തിൽ അതല്ല സ്ഥിതി. കേരളത്തിൽ CPMന് ശക്തമായ അടിത്തറയുണ്ട്. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ ഒരു പരാജയം കേരളത്തിൽ CPMന് സംഭവിക്കില്ല. എന്തായാലും ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ഇടയിൽ ഇന്ത്യയിൽ ഉടനീളം നടന്ന ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയാത്തിടത്താണ് CPMന് വലിയൊരു വിജയം ലഭിച്ചിരിക്കുന്നത്, വലിയൊരു മേൽക്കൈ ലഭിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമുദായം കോൺഗ്രസിന് അല്ലെങ്കിൽ UDFിന് അനുകൂലമായി ചിന്തിച്ചുവെങ്കിൽ ഇപ്പോൾ അവർ CPMന് അനുകൂലമായി ചിന്തിക്കുന്ന സ്ഥിതിവിശേഷത്തിൽ എത്തി നിൽക്കുന്നു. കേരളത്തിൽ ക്രൈസ്തവ ആഘോഷങ്ങൾക്ക് നേരെ പലയിടത്തും ആക്രമണം ഉണ്ടായി. പാലക്കാട് പുതുശ്ശേരിയിൽ നടന്ന ആക്രമണമാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം. കരോളുമായി എത്തിയ വിദ്യാർത്ഥികളെ RSS പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നു എന്ന് BJP നേതാവ് C. കൃഷ്ണകുമാർ പറഞ്ഞത് വലിയ വിവാദമായി മാറി. പിന്നീട് അദ്ദേഹത്തിന് ആ വാക്ക് തിരുത്തേണ്ട അവസ്ഥ ഉണ്ടായി. എന്തായാലും കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകൾ CPMലേക്ക് മറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കോൺഗ്രസിനെ കൊണ്ട് BJPയോട് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ സാധിക്കില്ല. കോൺഗ്രസ് ഒരു ജനകീയ പാർട്ടി എന്നുള്ളതിൽ ഉപരി ഒരു സ്വതന്ത്ര പാർട്ടിയാണ്. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം ഇപ്പോൾ തന്നെ തമ്മിലടി തുടങ്ങിയിരിക്കുന്നു. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസ് നടത്തുന്ന പോരാട്ടം, തൃശ്ശൂരിൽ ലാലി നടത്തുന്ന പോരാട്ടം, അതൊക്കെ കോൺഗ്രസിന് വലിയ ഡാമേജാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ക്രൈസ്തവ വോട്ടുകൾ പൂർണ്ണമായി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു പിണറായി വിജയൻ
എന്ന് നിസ്സംശയം പറയാം.